സാബുവിന്റെ കട്ടപ്പന ബാങ്കിലെ ആത്മഹത്യ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. പല ബാങ്കുകളും ഇന്ന് ആ പ്രതിസന്ധിയെ നേരിടുകയാണ്. സംസ്ഥാന സർക്കാർ ഗൗരവമായ യാതൊരു നടപടികളും സഹകരണ മേഖലയെ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. മാത്രമല്ല, കട്ടപ്പനയിൽ ബാങ്കിൽ പണം നിക്ഷേപിച്ച ആൾ പണം ചോദിച്ച് ചെല്ലുമ്പോൾ പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. കഠിനാധ്വാനം ചെയ്ത് ഒരു മനുഷ്യനുണ്ടാക്കിയ അധ്വാനത്തിന്റെ ബലം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ ഒരു ഭാര്യയുടെ ഓപ്പറേഷന് പോലും ആ പണം കൊടുക്കില്ല എന്ന് മാത്രമല്ല, നിക്ഷേപകൻ പണം ചോദിച്ചു വരുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുക എന്നത് CPM എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രമല്ല, ഇപ്പോഴും ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേ സമയത്ത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച് ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് ഈ കട്ടപ്പനയിലെ ബാങ്ക്. അങ്ങനെ പിടിച്ചെടുത്ത പല ബാങ്കുകളും തകർച്ചയെ നേരിടുകയാണ്. എന്നിട്ടും 21 ബാങ്കാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം CPM പിടിച്ചെടുത്തത്. ആ പല ബാങ്കുകളും ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുത്താൽ ഈ ബാങ്കൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിക്ഷേപമാണ് 70-80% ഈ ബാങ്കുകളിൽ. ആ ബാങ്കുകളാണ് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നത്. ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്താൽ 24 മണിക്കൂറിനകം ഈ വിഡ്രോവൽ ഉണ്ടാവും ബാങ്കിൽ. പിന്നെ ഈ ബാങ്ക് ബാക്കിയുണ്ടാവും. കേരളത്തിൽ സഹകരണ മേഖലയുടെ ഗതി എന്താവും? ഞങ്ങളാണ് ഉത്തരവാദിത്തത്തോടുകൂടിയ പ്രതിപക്ഷമായി പെരുമാറിയത്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും എല്ലാ UDF ബാങ്കുകൾക്കെതിരായും 65 എൻക്വയറി, 65 എൻക്വയറി, വെറുതെ ഉത്തരവിടും നിസ്സാര കാര്യങ്ങൾക്ക്. എന്നിട്ട് പിറ്റേ ദിവസം CPM-കാരെ കൊണ്ട് മാർച്ച് വയ്ക്കും. അപ്പോൾ ആളുകൾക്ക് പേടിയാവും. കാരണം ആളുകളുടെ പണം നിക്ഷേപിച്ചിരിക്കുകയല്ലേ, മകളുടെ കല്യാണത്തിന് വേണ്ടി, അല്ലെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയ തുക ഒക്കെ ആളുകൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. CPM തന്നെയാണ് സംസ്ഥാനത്ത് ഈ ബാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനോടും CPM-നോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ സഹകരണ രംഗം തകരും. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ്. ഞങ്ങളിത് മുന്നറിയിപ്പ് നൽകുകയാണ്. കോൺഗ്രസിന്റെ ഏത് നേതാവും UDF-ന്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിന്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും UDF-നുമാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരായിപ്പോൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം, എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി UDF-നും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മത സംഘടനയുമായിട്ടും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനല്ല ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ. ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ UDF-നെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി. കാരണം കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ 3ാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ UDF അധികാരത്തിലെത്തും 2026-ൽ, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. കാരണം കഴിഞ്ഞ മാസത്തെ അഭിപ്രായം മാറി, സംസ്ഥാനത്തുടനീളം ആളുകളുടെ അഭിപ്രായം മാറിയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രമുഖനായ ഒരാൾ 2026-ൽ UDF അധികാരത്തിൽ വരും, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്.